ഹലോ ഗായ്സ്, അപ്പോൾ വെൽക്കം ടു റിയൽ ടോക്ക്. ഇറ്റ് സുമിത്ത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ആദ്യമായിട്ട് ചാനലിലേക്ക് വരുന്നവരാണെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ നിങ്ങൾ വീഡിയോ കാണാൻ തുടങ്ങണം. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തോ ആയിക്കോട്ടെ, അതിപ്പോൾ നെഗറ്റീവ് ആയിക്കോട്ടെ, പോസിറ്റീവ് ആയിക്കോട്ടെ, ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ, എന്ത് ഡൗട്ടുകളായാലും കമൻറ്റ് സെക്ഷനിൽ വന്ന് മെൻഷൻ ചെയ്യാനും വീഡിയോയ്ക്ക് മാക്സിമം ലൈക്ക് തരാനും ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയെന്നുണ്ടെങ്കിൽ കുറേ ആൾക്കാർക്ക് ഷെയർ ചെയ്തിട്ട് ഇൻഫർമേഷൻ എത്തിക്കാനും നിങ്ങൾ 100% ശ്രമിക്കണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്ന് ഡേ 2 ആണ്. അതോടൊപ്പം നമ്മുടെ സെക്കൻഡ് ഡീപ്പിംഗ് പ്രൊജക്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചലഞ്ച് എന്താണെന്ന് പറഞ്ഞാൽ 10 ദിവസം 10 ഡീപ്പിംഗ് പ്രൊജക്റ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ വീഡിയോ ആയിട്ട് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ഫ്യൂച്ചർ ഈ ഡീപ്പിംഗ് പ്രൊജക്റ്റിന് വേണ്ടിയിട്ടും പുതിയ പുതിയ അപ്ഡേറ്റുകളിന് വേണ്ടിയിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ തീർച്ചയായിട്ടും ശ്രമിക്കുക. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന പ്രൊജക്റ്റ് ഏതാണെന്ന് പറഞ്ഞാൽ 3 ഡോസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റാണ്. അപ്പോൾ ഈ 3 ഡോസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റ് വളരെയധികം പ്രത്യേകതകൾ ഉള്ള പ്രൊജക്റ്റാണ്. എന്താണെന്ന് പറഞ്ഞാൽ ഒരു 3D പ്രിന്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിലാണ് ഇവർ എന്ത് ചെയ്യുന്നത്, ഈ ഒരു പ്രൊജക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഡീസെൻട്രലൈസ് മാനുഫാക്ചറിങ് നെറ്റ്വർക്ക് തന്നെയാണ്. ഇതൊരു ഡീസെൻട്രലൈസ് പ്രൊജക്റ്റ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഏൺ ചെയ്യാൻ പോകുന്ന പോയിന്റ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന റിവാർഡ് ആയിക്കോട്ടെ, ഏതാണെന്ന് ചോദിച്ചാൽ 3 ഡോസ് എന്ന് പറഞ്ഞിട്ടുള്ള ടോക്കൺ ആയിരിക്കും നമുക്ക് എന്ത് കിട്ടാൻ പോകുന്നത്, ഇവിടെ നിന്ന് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ആൾറെഡി തന്നെ ഇവർക്ക് ഒരുപാട് സപ്പോർട്ടാണ്. ഫസ്റ്റ് തന്നെ അതിൻ്റെ സപ്പോർട്ടാണ് നോക്കിയാന്ന് പറഞ്ഞാൽ സ്യൂയി നെറ്റ്വർക്കിൻ്റെ സപ്പോർട്ട് നമുക്ക് ഇവിടെ ആൾറെഡി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എൻ്റെ ടെലിഗ്രാം ചാനലിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അതിനെപ്പറ്റി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. വി ടീംഡ് അപ്പ് വിത്ത് ദ 3 ഡോസ് നെറ്റ്വർക്ക് സോ ദാറ്റ് യൂസേഴ്സ് 3D പ്രിന്റേഴ്സ് ആൻഡ് മാനുഫാക്ചേഴ്സ് ക്യാൻ ബിൽഡ് എനിത്തിങ് ദേ ക്യാൻ ഇമേജിൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു രീതിയിലായിരുന്നു നമ്മുടെ എന്തിട്ടുണ്ടായിരുന്നു സ്യൂയി നെറ്റ്വർക്ക് ഇതിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ എല്ലാവർക്കും അറിയാൻ പറ്റുന്ന ഈ വാൾനസ് എന്ന് പറഞ്ഞിട്ടുള്ള അവരും ഇവരിനെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള പോസ്റ്റുകൾ നമുക്ക് എന്ത് കാണാൻ പറ്റും, അവൻ്റെ ട്വിറ്ററൊക്കെ നോക്കിയെന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഒരുപാട് നിങ്ങൾക്ക് ഇതിൽ എക്സ്പ്ലോർ ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങളാണെങ്കിൽ അവൻ്റെ ട്വിറ്റർ പേജിലേക്ക് വന്ന് നോക്കിയാൽ മതി. ഒരുപാട് അപ്ഡേറ്റുകളും വളരെയധികം ആക്റ്റീവ് ആയിട്ടുള്ള ഒരാൾക്കാരാണ്. അപ്പോൾ നമുക്ക് എന്തായാലും പെട്ടെന്ന് തന്നെ ഇതിനൊരു എന്ത് കിട്ടും, ഒരു TGA കിട്ടി നല്ലൊരു എയർ ഡ്രോപ്പ് എന്തായാലും കിട്ടട്ടെ. അപ്പോൾ ഞാൻ അടുത്ത് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് ഇതിന് എത്രത്തോളം ഫണ്ടിങ് ഇപ്പോൾ ഇതുവരെ റേസ് ചെയ്തു എന്നുള്ളൊരു കാര്യമാണ്. എയർ ഡ്രോപ്പ് ആൾറെഡി കൺഫേംഡ് ആണ്. ഇതൊരു ഡീപ്പിംഗ് പ്രൊജക്റ്റ് തന്നെയാണ്. മൊത്തം ഇപ്പോൾ ഫണ്ടിങ് റേസ് ചെയ്തിട്ടുള്ളത് 1.05 മില്യണൊക്കെയാണ്. അപ്പോൾ നമ്മുടെ നോട്ട് പേയിലൊക്കെ 7 മില്യണൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഫണ്ടൊക്കെ റേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാലും നമുക്ക് $100 എബോ ഒക്കെ പ്രോഫിറ്റ് എല്ലാവർക്കും കിട്ടി. അപ്പോൾ ഈ ഒരു 1.05 ഗ്രാസിലൊക്കെ 4 മില്യൺ മാത്രമായിരുന്നു എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, റൈസ് ഇല്ലെങ്കിൽ ഒരു ഫണ്ട് റേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് 1.05 മില്യൺ എന്ന് പറയുന്നത് നിങ്ങൾ ചെറുതായി കാണരുത്. ഇതിൽ എത്രത്തോളം വളരെ നന്നായി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു അവർക്ക് നല്ല റിവാർഡ് കിട്ടാൻ പറ്റുന്ന ഒരു പ്രൊജക്റ്റ് തന്നെയാണ് ഈ 3 ഡോസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. സിമ്പിൾ ടാസ്കുകളാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു ഇൻ്റർഫേസിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ നിങ്ങളുടെ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഒരു എക്സ്റ്റൻഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കണം. ആ ഒരു ഏതൊരു DPM പ്രൊജക്റ്റിൽ എന്താണ് നോഡ് ഡൗൺലോഡ് ചെയ്തെടുക്കണം, ഇല്ലെങ്കിൽ ഒരു നോഡ് നമ്മൾ എക്സ്റ്റൻഷനായിട്ട് ആഡ് ചെയ്ത് വെക്കണം. അപ്പോൾ ഈ ഒരു എക്സ്റ്റൻഷനായിട്ട് ഡൗൺലോഡ് ചെയ്യാൻ ഇവിടെ തന്നെ അതിൻ്റെ ഒരു വെബ്സൈറ്റിൽ തന്നെ എന്തുണ്ട് ഓപ്ഷൻ ഉണ്ട്. അതോടൊപ്പം നിങ്ങൾക്ക് അത് പറ്റിയില്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു മൈസിസ് ബ്രൗസറിലാണ് ഇല്ലെങ്കിൽ ലാപ്ടോപ്പ് ഒന്നും ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഈ ഒരു നോഡിൻ്റെ ഇല്ലെങ്കിൽ ഒരു എക്സ്റ്റൻഷൻ്റെ ലിങ്കും ഞാൻ എന്ത് ചെയ്യാം, ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഇതിൽ കയറുക. അപ്പോൾ ഇതിൽ എക്സ്റ്റൻഷനും ഇത് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. അത് ചെയ്ത് കഴിഞ്ഞ് പറഞ്ഞാൽ നിങ്ങൾ അടുത്ത് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഒരു കോഡ് കാണാൻ പറ്റുന്നുണ്ടാവും, നിങ്ങൾക്ക് എല്ലാവർക്കും കാണുന്നുണ്ടാവും. എൻ്റർ ദിസ് കോഡ് ടു 3 ഡോസ് ക്രോം എക്സ്റ്റൻഷൻ ടു സ്റ്റാർട്ട് ഏണിംഗ് റിവാർഡ്. ഈ ഒരു കോഡ് നിങ്ങളുടെ ആ എക്സ്റ്റൻഷനിൽ ആഡ് ചെയ്താൽ മാത്രമാണ് നിങ്ങളുടെ ആ നോഡ് അവിടെ നിന്ന് ആക്ടിവേറ്റ് ആവുള്ളൂ. അപ്പോൾ ആൾറെഡി തന്നെ ഞാനിവിടെ നോഡ് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് നേരെ ഇവിടെ നിന്ന് കോപ്പി ചെയ്തിട്ട് നേരെ ആ ഒരു നോഡിലേക്ക് അതിൻ്റെ എന്ത് ചെയ്യുക, അത് നിങ്ങൾ പേസ്റ്റ് ചെയ്യുക. നിങ്ങൾ അത് ഓപ്പൺ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് അവിടെ കൊടുക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ അതായിരിക്കും ചോദിക്കുക. അപ്പോൾ അത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ നിന്ന് ഈ ഒരു കോഡ് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തിട്ട് നേരെ ഈ ഒരു എക്സ്റ്റൻഷനിൽ വന്നിട്ട് ആഡ് ചെയ്യുക. അത്ര മാത്രമാണ് ഇവിടെ നോഡിൽ ഇപ്പോൾ ചെയ്യാനുള്ളൂ. പിന്നെ ഓട്ടോമാറ്റിക്കലി തന്നെ നമുക്ക് എന്താണ് അവിടെ നോഡ് റൺ ആയിട്ട് നമുക്ക് അതിൽ നിന്നൊരു പ്രോഫിറ്റ് കിട്ടും. അതേപോലെ തന്നെ ഇവിടെ റെഫർ ലിങ്കും നമ്മുടെ ടോട്ടൽ റിവാർഡും അവർ തന്നെ കാണിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കിവിടെ ടോട്ടലായിട്ട് ഇപ്പോൾ ഉള്ളത് 2222 പോയിന്റ്സുകൾ മാത്രമാണ്. എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് റീസണിലേക്കാണ് നമ്മൾ ഇത് എന്തായിട്ടുള്ളത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് നിങ്ങൾ അടുത്ത് ചെയ്യേണ്ട ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നമുക്കിവിടെ കുറേ ഒരു ഫ്രീ എയർ ഡ്രോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓപ്ഷൻ കിടക്കുന്നുണ്ട്. ഇതിൽ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. എന്താണെന്ന് പറഞ്ഞാൽ അവരുടെ 3D സംതിങ് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഏൺ മോർ പോയിന്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഫോളോ ദ ട്വിറ്റർ, ജോയിൻ ഡിസ്കാർഡ്, ജോയിൻ റെവല്യൂഷൻ. അവൻ്റെ ട്വിറ്റർ പേജ് ഫുള്ള് നിങ്ങൾ ഫോളോ ചെയ്തു എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എന്താണ് നല്ലൊരു റിവാർഡ് കിട്ടാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ അവിടെ കിടക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു റെഫറൽ പ്രോഗ്രാമിലും നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങളുടെ ലിങ്കൊക്കെ ഇവിടെ നിന്ന് എടുത്തിട്ട് ഒരുപാട് ആൾക്കാർക്ക് ഇവിടെ നിന്ന് അയച്ചു കൊടുത്തിട്ട് നമുക്ക് പോയിന്റ്സ് ക്ലെയിം ചെയ്യാനും പറ്റും. അപ്പോൾ എത്രത്തോളം റെഫർ ചെയ്യുന്നു അത്രത്തോളം നിങ്ങൾക്ക് എന്ത് കിട്ടും, പോയിന്റ്സ് കിട്ടും. അതേപോലെ തന്നെ ഇതിൽ ഡെയിലി പോയിന്റ്സ് ക്ലെയിം ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ഡെയിലി പോയിന്റ്സ് എന്ത് ചെയ്യുക, ക്ലെയിം ചെയ്യുക. നമുക്കിവിടെ ഡാഷ്ബോർഡിൽ ഓപ്പൺ ചെയ്താൽ തന്നെ നമുക്കിവിടെ എന്ത് വരും, ഒരു
ഒരു പോപ്പപ്പ് വരും. ആ പോപ്പപ്പിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതൊന്ന് ക്ലെയിം ചെയ്യാം. ഡെയിലി നമുക്ക് 60 പോയിന്റ്സ് അവിടെ നിന്നും കിട്ടുന്നതാണ്. അപ്പോൾ ഇതിവിടെ താഴെ ലീഡർ ബോർഡും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ സോഷ്യൽസ് ആയിട്ട് എല്ലാവരുമായിട്ട് കണക്ട് ചെയ്തിട്ട് നമുക്ക് വീണ്ടും നല്ല രീതിയിൽ തന്നെ ഒരു പോയിന്റ്സ് കിട്ടാൻ പറ്റുന്ന ഓപ്ഷനും ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതുവരെ വാലറ്റ് കണക്ഷനും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇപ്പോൾ ഇതിൽ വന്നിട്ടില്ല. അപ്പോൾ എന്തായാലും ഇതൊരു സ്യൂ നെറ്റ്വർക്കിലായിരിക്കും വരാൻ പോകുന്നുണ്ടാവുക. ഞാനിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പറയുന്ന കാരണമാണ് ചില വേർഡ്സ് ഒക്കെ തെറ്റുന്നത്. തീർച്ചയായിട്ടും ക്ഷമിക്കണം. നമുക്ക് എന്ത് ചെയ്യാം, അത് ഇനി ഫ്യൂച്ചറിലൊക്കെ അത് മാറ്റാനും പതുക്കെ സംസാരിക്കാനും ഞാൻ ശ്രമിക്കാം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ മസ്റ്റായിട്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഇവിടെയുള്ള ഒരു കോഡാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഈ ഒരു എക്സ്റ്റൻഷനിൽ ആഡ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ ഇവിടെയുള്ള ഏൺ മോർ പോയിന്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിൽ ഈ ഒരു ടാസ്കുകളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, എഗെയിൻ കംപ്ലീറ്റ് ചെയ്യുക. ഞാൻ ആൾറെഡി തന്നെ ഇത് കംപ്ലീറ്റ് ചെയ്താണ്, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമുക്ക് അവിടെ നിന്നാണ് ഈ ഒരു പോയിന്റ്സ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എന്ത് കിട്ടും, ആൾറെഡി തന്നെ കംപ്ലീറ്റഡ് ആണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോപ്പും, അതേപോലെ തന്നെ 1000 പോയിന്റ്സ് ഇവിടെ കിട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ 3-4 ടാസ്കുകൾ ഉണ്ട്. അപ്പോൾ ആ ടാസ്കുകൾ മൊത്തം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ എൻ്റെ റിവാർഡ് എനിക്ക് ഇവിടെ എന്താണ്, വെരിഫൈ ആൻഡ് ക്ലെയിം കൊടുത്തു എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ എന്ത് കിട്ടും, ഈ ഒരു റിവാർഡ് നമുക്ക് അവിടെ കിട്ടും. അപ്പോൾ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, ഇപ്പം തന്നെ മസ്റ്റ് ആയിട്ട് ചെയ്യുക. നമുക്ക് എന്തെങ്കിലും ഒരു ഡിഫിക്കൽട്ടീസ് ഒക്കെ വരുന്നുണ്ടെന്നെങ്കിൽ പറഞ്ഞാൽ, ഇപ്പോൾ റീസെൻ്റ്ലി വന്ന പ്രൊജക്റ്റ് അല്ലേ, അപ്പോൾ എന്തായാലും കുറച്ച് എറേഴ്സ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, 2-3 പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കിയെന്ന് പറഞ്ഞാൽ നമുക്ക് എന്തായാലും ഇതിനുള്ള ഒരു പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ ടൈം ലെഫ്റ്റ് ഒക്കെ അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും മസ്റ്റായിട്ട് ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ ഇത്ര മാത്രമാണ് ഇതിൽ ചെയ്യാനുള്ളൂ. ഈ ഒരു വീഡിയോയിൽ എനിക്ക് ഇത് മാത്രമാണ് പറയാനുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ സെക്കൻഡ് ഡീപ്പിംഗ് പ്രൊജക്ട്